ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സയൻസ് ചാപ്റ്റർ 8 ബ്രീത്ത് ആൻഡ് ബ്ലഡ് ഓഫ് ലൈഫ് പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അനുമോൾ സ്വിമ്മിംഗ് ലെസൺസ് എന്നുള്ള പാർട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. ഐ വിൽ നെവർ ഫോർഗെറ്റ് ദ ഡേ ഐ വെൻ വിത്ത് മൈ ഫാദർ ടു ലേൺ സ്വിമ്മിങ്. ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛൻ്റെ കൂടെ നീന്തൽ പഠിക്കാൻ പോയ ദിവസം ഒരിക്കലും ഞാൻ മറക്കില്ല. ലൈയിങ് ഇൻ മൈ ഫാദേഴ്സ് ഹാൻഡ്സ്, എൻ്റെ അച്ഛൻ്റെ മടിത്തട്ടിലിരുന്നു കൊണ്ട് ഐ മൂവ് മൈ ഹാൻഡ്സ് ആൻഡ് ലെഗ്സ് ഇൻ എ റിത്തം. ഞാൻ എൻ്റെ കൈകളും കാലുകളും വെള്ളത്തിൽ നീന്തി കളിക്കാൻ തുടങ്ങി. ട്രൈയിങ് ടു സ്വിം. ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ്ലി മൈ ഹെഡ് സങ്ക് ഡൗൺ ഫോർ എ മൂമെൻറ്റ് ആൻഡ് വാട്ടർ റഷ്ഡ് ഇൻ ടു മൈ മൗത്ത് ആൻഡ് നോസ്. ഞാൻ പ്രതീക്ഷിക്കാതെ എൻ്റെ മൂക്കും വായുമൊക്കെ വെള്ളത്തിനടിയിലായിപ്പോയി. അപ്പോൾ ശ്വസിക്കാൻ പറ്റിയില്ല. ഐ കുഡ് നോട്ട് ബ്രീത്ത് ഫോർ സം ടൈം. ഓ വാട്ട് എ ഹൊറിബിൾ എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. അതെന്തോ ഒരു ഭയങ്കരമായ എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അനുമോൾ പറയുന്നത്. Breathing. The process of inhaling air is called inspiration and the process of exhaling air is called expiration. അപ്പോൾ വായുവിനെ നമ്മുടെ ഉള്ളിലേക്ക് ശ്വസിക്കുന്നതിനെ ഇൻസ്പിറേഷൻ എന്നും അത് പുറന്തള്ളുന്നതിനെ എക്സ്പിറേഷൻ എന്നുമാണ് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങളിത് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ട്, ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ. Respiratory system in humans. A pair of lungs is the main respiratory organ in human beings. Lungs are situated in the thorax inside the rib cage. How does air reach here? What are the organs involved in this process? അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് നമ്മൾ പറയുക? പെയർ ഓഫ് ലങ്സ് ആണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ്. അതാണ് ഫസ്റ്റ് നമ്മൾ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഓർഗൻസ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്? അപ്പോൾ വായു നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി, അപ്പോൾ അത് നടക്കുന്നതിന് വേണ്ടി അത് ഏത് പാർട്ടാണ് അപ്പോൾ അതിലുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കിയേ. നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? നോസ്ട്രിൽസ്, ട്രക്കിയ, ബ്രോങ്കൈ, ലങ്സ്. അപ്പോൾ നമ്മൾ ഇത് ഇൻസ്പിറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി എക്സ്പിറേഷൻ ആണെങ്കിൽ നമ്മൾ പറയണം ലങ്സ്, ബ്രോങ്കൈ, ട്രക്കിയ, നോസ്ട്രിൽസ്, അങ്ങനെ നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോ ചാർട്ടും നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ. റെസ്പിറേറ്ററി സിസ്റ്റം. ദ നോസ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ് ആർ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മെയിൻ പാർട്സ് ആണ് ഇവിടെ പറയുന്നത്. ദ നോസ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ദ നോസ്, ട്രക്കിയ, ബ്രോങ്കൈ ആൻഡ് ലങ്സ്. ഇത് മെയിൻ ആണ്. ഈ 4 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഹാഫ് പോയിൻറ്റ്സ് കവർ ചെയ്തെന്ന് പറയും. അത്രയ്ക്ക് ഈസിയുള്ള ചാപ്റ്ററാണിത്. ദ ട്രക്കിയ ഇസ് ലൈക്ക് എ ലോങ് പൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ കാണാം ട്രക്കിയ എന്ന് വെച്ചാൽ ഒരു ലോങ് പൈപ്പാണ് ഇവിടെ. ബ്രോങ്കൈ, ലങ്സ്. സ്ട്രക്ചർ ഓഫ് ദ ലങ്സിൽ ഈ ഡയഗ്രാം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആവും. ഓക്കെ. ദ വാൾ ഓഫ് ദ ട്രക്കിയ ഈസ് സ്ട്രെങ്തൻഡ് ബൈ സി ഷേപ്ഡ് റിങ്സ് ഓഫ് കാർട്ടിലേജ്. അപ്പോൾ കാർട്ടിലേജ് എന്ന് പറയുന്ന ഒരു സി ഷേപ്ഡ് റിങ്സ് കൊണ്ടാണ് ട്രക്കിയയുടെ വാൾസ് കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് നിങ്ങൾക്ക് ഒരു റിങ്സ് പോലെ കാണുന്ന ട്രക്കിയ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന സ്ഥലത്ത്. ഓക്കെ. ലങ്സ് ആർ ലൈക്ക് സ്പോഞ്ച്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ദർ ആർ മെനി എയർ സാക്സ് ഇൻ ദം. അതിൽ പല എയർ സാക്സ് ഉണ്ട്. ദ റൈറ്റ് ലങ് ഈസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ ലെഫ്റ്റ് ലങ്. റൈറ്റ് ലങ് ലെഫ്റ്റ് ലങ്ങിനേക്കാൾ കുറച്ചും കൂടെ അല്പം കൂടി വലുതാണ്. ഓക്കെ. ഡ്യൂറിങ് റെസ്പിറേഷൻ. Haven't you understood the parts of the respiratory system and the peculiarities of the lungs? Let us see how the air that enters the nose reaches the lungs. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതെന്ന്, ലങ്സിലേക്ക്. യു നോ ദാറ്റ് ദ ലങ്സ് ആർ ലൈക്ക് സ്പോഞ്ച്. നിങ്ങൾക്കറിയാം ലങ്സ് സ്പോഞ്ച് പോലെയാണെന്ന്. വെൻ ദ ലങ്സ് എക്സ്പാൻഡ് എയർ എൻറ്റേഴ്സ് ഇറ്റ്. ലങ്സ് വലുതാകുമ്പോൾ എയർ എൻ്റർ ചെയ്യുന്നു. വെൻ ദ ലങ്സ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താ? ദ എയർ മൂവ്സ് ഔട്ട്. എയർ പുറന്തള്ളപ്പെടുന്നു. സിൻസ് ദ ലങ്സ് ഡു നോട്ട് പൊസസ് മസിൽസ് ദേ കനോട്ട് എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട് ഓൺ ദെയർ ഓൺ. ലങ്സിന് മസിൽസ് ഇല്ല, അതുകൊണ്ടാണ് അതിനെ എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്റ്റ് ചെയ്യാനുമുള്ള കഴിവുണ്ടായത്. അഥവാ ഇനി മസിൽസ് ഉണ്ടെങ്കിൽ അതിന് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്റ്റ് ചെയ്യാനും പറ്റില്ല. ഓക്കെ.
വികസിക്കാനും ചുരുങ്ങാനും അതിന് മസിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പറ്റുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ് സോ ഹൗ ഡസ് ദ മൂവ്മെൻറ്റ് ഓഫ് ദ ലങ്സ് ബിക്കം പോസിബിൾ? ഇനി അഥവാ അതിന് മസിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, എങ്ങനെയാണ് കോൺട്രാക്ഷൻ നടക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, there are certain mechanisms in our body that enable the expansion and contraction of lungs. Let us construct a model to understand the working of the lungs. നമുക്കൊരു മോഡൽ ഉണ്ടാക്കി നോക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. കൺസ്ട്രക്റ്റിംഗ് എ മോഡൽ ഓഫ് ലങ്സ്, അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസ്: വൈ ഷേപ്ഡ് ട്യൂബ്, എ ലാർജ് ബലൂൺ, 2 സ്മോൾ ബലൂൺസ്, എ 1 ലിറ്റർ പ്ലാസ്റ്റിക് ബോട്ടിൽ ആൻഡ് എ കോർക്ക്. അപ്പോൾ ഒരു വൈ ഷേപ്ഡ് ട്യൂബ് വേണം നിങ്ങൾക്ക്, അത് മെയിനാണ്. എ ലാർജ് ബലൂൺ വേണം, 2 സ്മോൾ ബലൂൺസും വേണം 2. എ 1 ലിറ്റർ പ്ലാസ്റ്റിക് ബോട്ടിൽ, 1 ലിറ്ററിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും വേണം. കോർക്കും വേണം. ഓക്കെ, മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ, അത് ഉണ്ടാക്കുന്ന രീതി: കട്ട് ദ പ്ലാസ്റ്റിക് ബോട്ടിൽ ടു ഹാഫ് ഇറ്റ് സൈസ്, പ്ലാസ്റ്റിക് ബോട്ടിലിനെ ഹാഫാക്കി കട്ട് ചെയ്യണം. ഓക്കെ, ഫിക്സ് 2 സ്മോൾ ബലൂൺസ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ വൈറ്റ് ട്യൂബ്, 2 സ്മോൾ ബലൂൺസ് വൈറ്റ് ട്യൂബിൻ്റെ എൻഡ്സിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം ഇൻസുലേഷൻ ടേപ്പ് വെച്ച്. ഓക്കെ, മേക്ക് എ സ്മോൾ ഹോൾ ഇൻ ദ കോർക്ക് ആൻഡ് ഫിക്സ് ദ വൈറ്റ് ട്യൂബ് ത്രൂ ദ ഹോൾ ആസ് ഷോൺ ഇൻ ദ പിക്ചർ. ഒരു സ്മോൾ ഹോൾ ഉണ്ടാക്കിയിട്ട് വൈറ്റ് ട്യൂബ് ആ ഹോളിൽ കൂടി ഫിക്സ് ചെയ്യണം. ഓക്കെ, കട്ട് ദ ലാർജ് ബലൂൺ ഇൻറ്റു 2 ഹാഫ്സ് ആൻഡ് ഫിക്സ് 1 ഹാഫ് ടൈറ്റ്ലി അറൗണ്ട് ദ ഓപ്പൺ പാർട്ട് ഓഫ് ദ ബോട്ടിൽ. കട്ട് ദ ലാർജ് ബലൂൺ ഇൻറ്റു 2 ഹാഫ്സ്, ആ ലാർജ് ബലൂൺ 2 ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ആൻഡ് ഫിക്സ് 1 ഹാഫ് ടൈറ്റ്ലി അറൗണ്ട് ദ ഓപ്പൺ പാർട്ട് ഓഫ് ദ ബോട്ടിൽ. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഒരു ഹാഫ് എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ പാർട്ടിലേക്ക് കവർ ചെയ്യണം. ഓക്കെ, ദാണ്ടെ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മളതിനെ കവർ ചെയ്യണം. ഓക്കെ, മെത്തേഡ് ഓഫ് വർക്കിംഗ്: ഹോൾഡ് ദ ബലൂൺ അറ്റ് ദ middle and pull it slowly downwards as seen in the picture. Observe the change in the balloons inside the bottle. Now lead the balloon free. What change do you observe? അപ്പോൾ why do the 2 balloons inside the bottle expand when the tightly tied balloon is pulled downwards? Why do the balloons in the bottle contract when the balloon is left free? The expansion and contraction of the lungs is almost like this. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ അവസാനം വെച്ചില്ലായിരുന്നോ ഒരു ഹാഫ് ബലൂൺ, അതിനെ വലിക്കുമ്പോൾ നമ്മൾ വൈറ്റ് ട്യൂബിൽ കണക്ട് ചെയ്തിരിക്കുന്ന 2 ബലൂൺസും എക്സ്പാൻഡ് ചെയ്യുന്നു, അത് വിടുമ്പോഴോ കോൺട്രാക്റ്റ് ചെയ്യുന്നു. അതുപോലെയാണ് മനുഷ്യരുടെ ലങ്സിനെ കുറിച്ചാണെന്ന് ഇവിടെ പറയുന്നത്. ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ് ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ദിസ്. സിമിലർ ടു ദ ബലൂൺ ടൈഡ് ഫേംലി അറ്റ് ദ ബേസ് ഓഫ് ദ ബോട്ടിൽ ദർ ഇസ് എ പാർട്ട് കോൾഡ് ഡയഫ്രം ഇൻ അവർ ബോഡി ടു കൺട്രോൾ ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ്. അപ്പോൾ നമ്മുടെ ലങ്സിൻ്റെ തൊട്ട് അത് ചേർന്നിരിക്കുന്ന ഭാഗമാണ് ഡയഫ്രം. ദാണ്ട് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഡയഫ്രം എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ ഡയഫ്രമാണ് സിമിലർ ടു ദ ടൈഡ് ഫേംലി അറ്റ് ദ ബേസ് ഓഫ് ദ ബോട്ടിൽ ദർ ഇസ് എ പാർട്ട് കോൾഡ് ഡയഫ്രം ഇൻ അവർ ബോഡി ടു കൺട്രോൾ ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ്. അപ്പോൾ ഡയഫ്രമാണ് ലങ്സിൻ്റെ കോൺട്രാക്ഷനെയും എക്സ്പാൻഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഡയഫ്രമാണ് ശ്വാസകോശത്തിൻ്റെ വികാസവും എക്സ്പാൻഷനും കോൺട്രാക്ഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റെ കൺട്രോളിലാണ് അത് നടക്കുന്നതെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ദ ലങ്സ് ഇസ് മെയ്ഡ് പോസിബിൾ ബൈ എ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബേസ് ഓഫ് ദ thorax called diaphragm and by the muscles attached to the ribs. ഓക്കെ, അപ്പോൾ ഈ എക്സ്പാൻഷനും ഈ ലങ്സിൻ്റെ എക്സ്പാൻഷനും കോൺട്രാക്ഷനും നടക്കുന്നത് അതിൻ്റെ താഴെയായിട്ട് എ ലെയർ ഓഫ് മസിൽസ് അറ്റ് ദ ബേസ് ഓഫ് ദ thorax called diaphragm. തൊറാക്സിൻ്റെ ബേസിലായിട്ട് ഡയഫ്രം ഉണ്ട്, അതിനൊരു മസിലുണ്ട്. അത് കാരണമാണ് അതിന് എക്സ്പാൻഷനും കോൺട്രാക്ഷനൊക്കെ നല്ലോണം നടക്കുന്നത് ലങ്സിന്. ആൻഡ് ബൈ ദ മസിൽസ് അറ്റാച്ച്ഡ് ടു ദ റിബ്സ്. റിബ്സിലും മസിൽസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതും അതിനെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു കാര്യം, ലങ്സിന് പ്രത്യേകിച്ച് മസിൽസ് ഒന്നുമില്ല അല്ലേ. ഡയഫ്രത്തിനും റിബ് കേജിനും ആണ്, തൊറാക്സിലും അതിലാണ് മസിൽസ് ഉള്ളത്. അതാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നതും സഹായിക്കുന്നതും ഈ പ്രോസസ്സിനൊക്കെ, ഇൻസ്പിറേഷനും എക്സ്പിറേഷനും. ഇനി ഇവിടെ ഒരു സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. ഡിഡ് യു എക്സാമിൻ ദ ഇല്ലസ്ട്രേഷൻ? ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. അപ്പോൾ എയർ ഇസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്. അപ്പോൾ എയർ പുറന്തള്ളപ്പെടുന്നു, ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും മനുഷ്യൻ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഒരാൾ ഇവിടെ
എന്താ എയർ പുറന്തള്ളുന്നതും ഇൻസ്പിറേഷൻ ചെയ്യുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ ഇൻസ്പിറേഷൻ ചെയ്യുമ്പോൾ തൊറാക്സ് എക്സ്പാൻസ്, തൊറാക്സ് എന്താ ചെയ്യുന്നത്, വലുതാവുന്നു. എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഡിക്രീസസ്, തൊറാക്സിൻ്റെ ഉള്ളിലുള്ള എയർ പ്രഷർ എന്താ പറയുന്നത്, കുറയുന്നു. എയർ എൻറ്റേഴ്സ് ദ ലങ്സ്, അപ്പോൾ എന്താ എയർ തൊറാക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. നമ്മൾ പറഞ്ഞ ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. തൊറാക്സ് അല്ല, ലങ്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. എയർ ഇസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്. അടുത്തത് എക്സ്പിറേഷൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ ഡയഫ്രം റിട്ടേൺസ് ടു ദ ഒറിജിനൽ പൊസിഷൻ. ഡയഫ്രം അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് മടങ്ങുന്നു. എയർ പ്രഷർ ഇൻ ദ തൊറാക്സ് ഇൻക്രീസസ്. അപ്പോൾ തൊറാക്സിനുള്ളിലെ എയറിൻ്റെ മർദ്ദം എന്താ പറയുന്നത്, എയറിൻ്റെ മർദ്ദം അവിടെ കൂടുന്നു. എയർ ഇസ് എക്സ്പെൽഡ് ഫ്രം ദ ലങ്സ്. അപ്പോൾ ലങ്സിനകത്തുള്ള എയർ പുറന്തള്ളുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എക്സ്പിറേഷനും ഇൻസ്പിറേഷനും തമ്മിലുള്ള ബന്ധമാണ് ഈ സൈക്കിളിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ. Did you examine the illustration? Can you now explain the expansion and contraction of the lungs? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ടും ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പായിട്ടും ചോദിക്കാം. എങ്ങനെയാണ് ഈ എക്സ്പിറേഷനും ഇൻസ്പിറേഷനും നടക്കുന്നതെന്നുള്ള ഇൻസ്പിറേഷനും എക്സ്പിറേഷനും നടക്കുന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗായിട്ടും നമുക്കിതിനെ ചോദിക്കാൻ കഴിയും. Okay, can you examine the illustration? Can you now explain the expansion and contraction of the lungs? Analyze the table given below. Inhaled air, quantity in percentage. അപ്പോൾ ഇൻഹെയിൽഡ് എയറും ക്വാണ്ടിറ്റി ഇൻ പെർസെൻറ്റേജുമാണ് ഇവിടെ കാണിക്കുന്നത്. എക്സെയിൽഡ് എയറും അതിൻ്റെ ക്വാണ്ടിറ്റിയും പെർസെൻറ്റേജാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടേബിള് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ വീട്ടിൽ കഴിയുമെങ്കിൽ ചെയ്ത് നോക്കണം. നേരത്തെ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. What are the components that vary in quantity in inhaled and exhaled air? Okay. പിന്നെ ഇനി അടുത്ത ഇവിടെ ആക്ടിവിറ്റി 1 കൊടുത്തിട്ടുണ്ട്. എക്സെയിൽ എയർ ഇൻറ്റു എ മിറർ. ഡിഡിൻറ്റ് യു സീ സംതിങ് ലൈക്ക് മിസ്റ്റ് ഓൺ ദ മിറർ? ദിസ് ഇസ് വാട്ടർ വേപ്പർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് എക്സെയിൽഡ് എയർ ഓൺ ദ മിറർ. അപ്പോൾ ഒരു കണ്ണാടി എടുത്ത് അതിലേക്ക് നമ്മൾ എയർ വിട്ട് നോക്കണം, പുറന്തള്ളി നോക്കണം. ഓക്കെ, ഡോണ്ട് യു സീ സംതിങ് ലൈക്ക് മിസ്റ്റ് ഓൺ ദ മിറർ? അപ്പോൾ നിങ്ങൾ ഒരു മിസ്റ്റ് പോലെ കണ്ടോ, അതിലൊരു ഫോഗ് പോലെ കണ്ടോ മിററിൽ? ദിസ് ഇസ് വാട്ടർ വേപ്പർ ഫോംഡ് ബൈ ദ കൂളിംഗ് ഓഫ് എക്സെയിൽഡ് എയർ ഓൺ ടു ദ മിറർ. അത് നമ്മൾ പുറന്തള്ളുന്ന എയർ കൂളായിട്ട് തണുത്ത് വാട്ടർ വേപ്പറായി മാറുന്നതാണ് ആ മിററിൽ നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. ആക്ടിവിറ്റി 2. ഫിൽ 2 ബീക്കേഴ്സ് അപ് ടു ഹാഫ് വിത്ത് ക്ലിയർ ലൈം വാട്ടർ. ഇനി അടുത്തതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിൽ 2 ബീക്കേഴ്സ്, 2 ബീക്കറിൽ ഹാഫ് വിത്ത് ക്ലിയർ ലൈം വാട്ടർ ക്ലിയർ ലൈം വാട്ടർ ഫില്ല് ചെയ്യണം. ബ്ലോ ഇൻറ്റു 1 ബീക്കർ വിത്ത് സ്ട്രോ. ഒരു ബീക്കറിൽ സ്ട്രോ വെച്ച് ഊതി നോക്കണം, നിങ്ങൾ ബ്ലോ ചെയ്ത് നോക്കണം. പാസ് അറ്റ്മോസ്ഫിയറിക് എയർ റിപ്പീറ്റഡ്ലി ഇൻറ്റു ദ അതർ ബീക്കർ യൂസിങ് എ ഡ്രോപ്പർ. ഇനി ഡ്രോപ്പർ വെച്ച് അതുപോലെ ചെയ്ത് നോക്കൂ. ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ബോത്ത് ദ ബീക്കേഴ്സ്. 2 കളർ ചേഞ്ച് നോക്കിയേ. മിൽക്കി കളർ. ലൈം വാട്ടർ ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ മിൽക്കി കളറായി മാറിയത് കാണാം. നിങ്ങൾക്ക് ഒരു ബീക്കറിൽ അത് മിൽക്കി കളറായി മാറിയത് കാണാം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിൽക്കി കളർ, ലൈം വാട്ടർ ഈസ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ലൈം വാട്ടർ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പാസ് ത്രൂ ക്ലിയർ ലൈം വാട്ടർ. നമ്മൾ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കാൽഷ്യം കാർബണേറ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ. അപ്പോൾ നമ്മൾ പുറന്തള്ളുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അപ്പോൾ എന്താ ആ വെള്ളം കാൽഷ്യം ഹൈഡ്രോക്സൈഡുമായിരുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാൽഷ്യം ഹൈഡ്രോക്സൈഡും ഒരുമിച്ച് ചേരുന്നതാണ് കാൽഷ്യം കാർബണേറ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ. ദ ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി ഇൻ കളർ. അങ്ങനെ നല്ല ക്ലിയറിലായിട്ടുള്ള ലൈം വാട്ടർ മിൽക്കി ഇൻ കളർ, വൈറ്റ് കളറിലേക്ക് ടേൺ ചെയ്തു. ഓക്കെ. ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദ റീസൺ വൈ ക്ലിയർ ലൈം വാട്ടർ ടേൺസ് മിൽക്കി? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ എന്താണ് അതിനുള്ള കാരണമെന്ന്? ഓക്കെ. അടുത്തത് വെൻ ദ വിൻ പൈപ്പ് ഈസ് ബ്ലോക്ക്ഡ്. അപ്പോൾ ഇനി പറയുന്നത് നമ്മുടെ ശ്വാസകോശം വെൻ ദ വിൻ പൈപ്പ് ഈസ് ബ്ലോക്ക്ഡ് എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യേണ്ട കോഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രിക്കോഷൻസ്, സഡൻ ആക്ഷൻസ് എന്തൊക്കെ എടുക്കണം എന്നാണ് ഇവിടെ പറയുന്നത്.
At times, when food or other substances enter the trachea, our breathing gets blocked. ഒരു സമയം നമ്മൾ ഫുഡോ ആഹാരമോ മറ്റ് സാധനങ്ങളോ നമ്മുടെ ട്രക്കിയയുടെ ഉള്ളിലേക്ക് കടന്നാൽ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നുള്ള എയർ പുറത്തേക്ക് കടക്കില്ല. നമ്മുടെ ശ്വാസകോശം അവിടെ ബ്ലോക്ക് ആവും, നമ്മുടെ ട്രക്കിയ അവിടെ വിൻ പൈപ്പ് ബ്ലോക്ക് ആവും. ഇൻ സച്ച് സിറ്റുവേഷൻസ് ഇഫ് ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് ഇസ് നോട്ട് ഗിവൺ ലൈഫ് മേ ബി ഇൻ ഡേഞ്ചർ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവൻ തന്നെ വലിയ ആപത്തിലേക്ക് കടക്കാം. ഹോൾഡ് അറൗണ്ട് ദ അബ്ഡോമൻ ഓഫ് ദ പേഴ്സൺ ഫ്രം ബിഹൈൻഡ്. അബ്ഡോമൻ, ആ പേഴ്സൻ്റെ അബ്ഡോമനിൽ നമ്മൾ അമർത്തി പിടിക്കണം പുറകിൽ നിന്നുകൊണ്ട്. ഫോൾഡ് വൺ പാം ആൻഡ് പ്ലേസ് ഇറ്റ് ബിലോ ദ റിബ്സ്. അപ്പോൾ ഒരു പാമിൻ്റെ മുകളിലേക്ക് വെച്ച് നമ്മൾ നല്ലോണം അമർത്തണം. കീപ് ദ അതർ പാം ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ആൻഡ് പ്രസ് ക്വിക്ക്ലി. അതാണ് ഇവിടെ പറയുന്നത്, നല്ലോണം അമർത്തണം. അപ്പോൾ തടഞ്ഞിരിക്കുന്നത് എന്താ, അത് പുറത്തേക്ക് വരും. ഇൻഫാൻസ്, അപ്പോൾ ഇൻഫൻസിന് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻ ഇൻഫൻസ്, പ്ലേസ് ദ ചൈൽഡ് ഫേസിങ് ഡൗൺവേർഡ് ഇൻ ദ ലാപ്പ് ആൻഡ് ടാപ്പ് സ്ട്രോങ്ലി ബിറ്റ്വീൻ ദ ഷോൾഡർ ബോൺസ്. കുട്ടിയെ മടിയിൽ കിടത്തിക്കൊണ്ട്, തല കമിഴ്ത്തി കിടത്തിക്കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടാപ്പ് സ്ട്രോങ്ലി ബിറ്റ്വീൻ ദ ഷോൾഡർ ബോൺസ്. നമ്മുടെ ഷോൾഡറിലുള്ള എല്ലിലേക്ക് നല്ലോണം അമർത്തി അടിക്കണം. നല്ലോണം അമർത്തി അടിക്കണം. അപ്പോൾ തടഞ്ഞിരിക്കുന്ന എന്താ, അത് പുറത്തേക്ക് വീഴുമെന്നാണ് ഇവിടെ പറയുന്നത്. ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ, ഈ ഓർഗാനിസംസിനെ കുറിച്ചാണ് പറയുന്നത്. അമീബ, എർത്ത് വാം, ഇൻസെക്ട്സ്, ഫിഷ് ആൻഡ് അമീബിയൻ. അമീബ, there is no specific respiratory organ in amoeba which is a unicellular organism. Air diffuses in and out through its cell membrane. അപ്പോൾ അമീബയ്ക്ക് ഒരു റെസ്പിറേറ്ററി ഓർഗൻ ഇല്ല, അതൊരു യൂണിസെല്ലുലാർ ഓർഗാനിസം ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. യെസ്, അപ്പോൾ എയർ ഡിഫ്യൂസസ് ഇൻ ആൻഡ് ഔട്ട് ത്രൂ ഇറ്റ്സ് സെൽ മെംബ്രെയിൻ. അതിൻ്റെ സെൽ മെംബ്രെയിനിൽ കൂടെയാണ് എയർ പുറത്തോട്ടും അകത്തേക്കും കടക്കുന്നത്. എർത്ത് വാമിൻ്റേത് നോക്കാം. ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ദ എർത്ത് വാം ഈസ് ഇറ്റ്സ് മോയ്സ്റ്റ് സ്കിൻ. എർത്ത് വാമിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ മോയ്സ്റ്റ് ആയിട്ടുള്ള സ്കിൻസിലാണ്. ദിസ് ഇസ് വൈ എർത്ത് വാംസ് ആർ ഓൾവേസ് സീൻ ഇൻ മോയ്സ്റ്റ് സോയിൽ അലോൺ. അപ്പോൾ നിങ്ങൾ പറമ്പിലൊക്കെ ശ്രദ്ധിച്ചാൽ കാണാം, എപ്പോഴും എർത്ത് വാം നല്ല നനവുള്ള മണ്ണിലൊക്കെയാണ് സ്ഥലം അതിൻ്റെ, എപ്പോഴും അത് അവിടെയൊക്കെയാണുള്ളത് കൂടുതലും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്കിൻ മോയ്സ്റ്റ് ആയിട്ടുള്ളത് എവിടെയാണ്, അവിടെ നിന്നാണ് അതിന് ശ്വസിക്കാൻ കഴിയുന്നത്. അടുത്തത് ഇൻസെക്ട്സിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ റോസ് ഓഫ് സ്മോൾ ഓപ്പണിങ്സ് ക്യാൻ ബി സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോഡി ഓഫ് ഓൾ ഇൻസെക്ട്സ്. എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾ സീൻ അറ്റാച്ച്ഡ് ടു ദം ഇസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട്സ്. അപ്പോൾ റോസ് ഓഫ് സ്മോൾ ഓപ്പണിങ്സ് ക്യാൻ ബി സീൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ബോഡി ഓഫ് ഓൾ ഇൻസെക്ട്സ്. ഇൻസെക്ട്സിൻ്റെ അത് പറയുകയാണെങ്കിൽ ഇവിടെ സ്മോൾ ഓപ്പണിങ്സ് കാണാം റോസ് ആയിട്ടുള്ള, അതിലാണ് അതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം. എ നെറ്റ്വർക്ക് ഓഫ് ട്യൂബ്യൂൾ സീൻ അറ്റാച്ച്ഡ് ടു ദം ഇസ് ദ റെസ്പിറേറ്ററി ഓർഗൻ ഇൻ ഇൻസെക്ട്സ്. അടുത്ത ഫിഷിൻ്റെത്, ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഫിഷ്. ഗിൽസ് ആണ് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ. വെൻ വാട്ടർ ഈസ് ടേക്കൺ ഇൻ ടു ദ മൗത്ത് വിച്ച് പാസസ് ത്രൂ ദ ഗിൽസ്, ദ ഓക്സിജൻ ഇൻ ദ വാട്ടർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബ്ലഡ്. അപ്പം വാട്ടർ മൗത്തിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് ഗിൽസിലേക്ക് കടക്കുമ്പോൾ ദ ഓക്സിജൻ ഇൻ ദ വാട്ടർ ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ ബ്ലഡ്. ഓക്സിജൻ രക്തത്തിലേക്ക് കടക്കുന്നു. ഹാവൻ യു സീൻ ദ ഫിഷ് ഇൻ അക്വേറിയംസ് ഓപ്പൺ ദെയർ മൗത്ത് ആൻഡ് ടേക്ക് വാട്ടർ ഫ്രീക്വൻ്റ്ലി? നിങ്ങൾ വീട്ടിലുള്ള അക്വേറിയത്തിലും മറ്റു അക്വേറിയങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഫിഷസ് അതിൻ്റെ വാ തുറന്നു വെച്ചുകൊണ്ടാണ് ശ്വാസമെടുക്കുന്നത് വെള്ളത്തിൽ. വാട്ട് കുഡ് ബി ദ റീസൺ? അതെന്തുകൊണ്ടായിരിക്കാമെന്നാണ് പറയുന്നത്. Certain fish have the mechanism to inhale atmospheric air directly besides breathing using gills. ഗിൽസ് ഇല്ലാതെ തന്നെ അതിന് ശ്വസിക്കാനുള്ള കഴിവുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. ഡയറക്റ്റ്ലി വായു എടുക്കാനുള്ള കഴിവ് അതിനുണ്ട്, അതാണ്. ദിസ് ഈസ് ഓൺലി എ ടെമ്പററി മെക്കാനിസം. ഇത് ഒരു ടെമ്പററി മെക്കാനിസമാണ്. സോ ദേ കാൺ ലീവ് ഓൺ ലാൻഡ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ അതിന് ലാൻഡിൽ ഒരുപാട് സമയം ജീവിക്കാൻ പറ്റില്ല, കുറച്ച് സമയമേ പറ്റൂ. ഒരു സെക്കൻഡ് മാത്രം അങ്ങനെ പറയാം നമുക്ക്, അല്ലാതെ അതിന് ഒരുപാട് സമയമൊന്നും പറ്റത്തില്ല. ഫിഷ് ലൈക്ക് ക്യാറ്റ് ഫിഷ്, മുഷി, സ്നേക്ക് ഹെഡ് ഫിഷ്, വരാൽ, ഈൽ എക്സെട്ര ഹാവ് ദിസ് എബിലിറ്റി. അപ്പോൾ ക്യാറ്റ് ഫിഷ്, മുഷി എന്ന് പറയുന്ന ക്യാറ്റ് ഫിഷ് ഉണ്ട്, സ്നേക്ക് ഹെഡ് ഫിഷ്, വരാൽ ആൻഡ് ഈൽ എക്സെട്ര ഹാവ് ദിസ് എബിലിറ്റി. അപ്പോൾ ഇതേ എബിലിറ്റി ഈ പറഞ്ഞ ഫിഷസിനൊക്കെ ഉണ്ട്.
Amphibian, they can respire through lungs when they are on land and through skin when they are in water. അംബീബിയൻ ഫ്രോഗ് ഒരു അംബീബിയൻ ആണ്. അതിന് കരയിൽ നിൽക്കുമ്പോഴും വെള്ളത്തിലാവുമ്പോഴും ശ്വസിക്കാനുള്ള കഴിവ് ഉണ്ട്. ദേ ക്യാൻ റെസ്പയർ ത്രൂ ലങ്സ് വെൻ ദേ ആർ ഓൺ ലാൻഡ് ആൻഡ് ത്രൂ സ്കിൻ വെൻ ദേ ആർ ഇൻ വാട്ടർ. അതിന് കരയിൽ നിൽക്കുമ്പോൾ എന്താ ശ്വാസകോശം കൊണ്ടും പിന്നെന്താ വെള്ളത്തിൽ അതിൻ്റെ സ്കിൻ കൊണ്ടും ചർമ്മം കൊണ്ടുമാണ് അതിനെ ശ്വസിക്കാൻ കഴിയുന്നത്. സ്കിന്നിൽ കൂടെയും അതിനെ ശ്വസിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഡൈവേഴ്സിറ്റി ഇൻ റെസ്പിറേഷൻ എന്നുള്ള പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ പ്രത്യേകിച്ച് ഈ പാർട്ടിൽ പഠിക്കാനായിട്ടൊന്നുമില്ല, ഇത് മനസ്സിലാക്കി വയ്ക്കാനാണുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്